ഇവിടെ വലതുപക്ഷം കെട്ടിപ്പൊക്കിയ ഒരു വലിയ നുണക്കോട്ട തകർന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷം വന്നാൽ വളർച്ച മുരടിക്കും, വികസനം തകരും എന്നെല്ലാം പറഞ്ഞ വാദങ്ങളെ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ നേതാവ്, അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ കേരളത്തിൻ്റെ വികസനം ആർക്കും അവഗണിക്കാനാകാത്ത വിധം പ്രകടമാണ്, ശക്തമാണെന്ന്. ഇതാണ് വാസ്തവത്തിൽ ഇടതുപക്ഷം. വൈകിയാണെങ്കിലും അത് സത്യം ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ആരൊക്കെ എതിർത്തത്? വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, എം എം ഹസൻ തുടങ്ങിയ എല്ലാ കേരളത്തിലെ കോൺഗ്രസ് പ്രമാണിമാരും ഒറ്റക്കെട്ടായി തള്ളി പറഞ്ഞിട്ടു. ഇപ്പോൾ ഞാൻ വാർത്തയിൽ കണ്ടു, ശശി തരൂർ ഒരു കടുകോളം മാറുന്നില്ല. പറഞ്ഞ കാര്യം പറഞ്ഞതാണെന്നും അത് ശരിയാണെന്നും അദ്ദേഹം പറയുകയാണ്. ഞാൻ ചുരുക്കം പറയട്ടെ, ഇടതുപക്ഷം വികസനപക്ഷമാണ്. ഇടതുപക്ഷം കേരളത്തിൻ്റെ വളർച്ചയിൽ എന്നും പങ്കുവച്ച പക്ഷമാണ്. അല്പം മുമ്പ് ഞാൻ ടി വിയിൽ തന്നെയാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേട്ടു. അദ്ദേഹം ഒരു സത്യം വീണ്ടും പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ടി വി തോമസാണ് കേരളത്തിൻ്റെ വികസന വഴിയിൽ ആദ്യത്തെ പടി തുറന്ന ആളെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോ ഘട്ടങ്ങളെപ്പറ്റിയും അത് പറയാൻ നിർബന്ധിതമാകുന്ന യു ഡി എഫ് നേതാക്കൾ വളരെ ശരിയാണ്. അച്യുതമേനോൻ ഗവൺമെൻറ്റിലെ വ്യവസായ മന്ത്രിയായിരുന്ന സഖാവ് ടി വി തോമസിന് ശേഷം എൽ ഡി എഫ് ഗവൺമെൻറ്റിലെ വ്യവസായ മന്ത്രിയായ സഖാവ് പി രാജീവ് ഇന്ന് പുത്തൻ കേരളത്തിൻ്റെ വളർച്ചയിൽ ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ പുതിയ ഘട്ടത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ സാധ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ശാസ്ത്ര സാങ്കേതിക കുതിപ്പുകളുടെ അർത്ഥമറിഞ്ഞുകൊണ്ട് നവനവങ്ങളായ ആശയങ്ങളുമായി മുമ്പോട്ട് വരികയാണ്. അതിൻ്റെ ഫലമായി കേരളത്തിൽ വികസന മേഖലയിൽ ശശി തരൂരിന് പോലും അവഗണിക്കാനാകാത്ത നേട്ടമുണ്ടായത് സന്തോഷകരമായ കാര്യമാണ്. അപ്പം പഴയ കാര്യം ഓർത്തുപോയി ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ കേട്ടപ്പോൾ. അച്യുതമേനോൻ ഗവൺമെൻറ്റിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായ സഖാവ് ടി വി തോമസ്, പുന്നപ്ര വയലാറിൻ്റെ വീരനായകൻ, അദ്ദേഹം അന്ന് പറഞ്ഞു, വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്ന്. അതാണ് ടി വിയുടെ വാക്ക്. ആ വാക്കിൻ്റെ തുടർച്ചയായി അന്ന് സഖാവ് ടി വിയുടെ മുൻകൈയിൽ ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇൻഡസ്ട്രിയൽ പാർക്സ് ഉണ്ടായി വന്നു, വ്യവസായ പാർക്കുകൾ. അതാണ് സമഗ്രമായ വ്യവസായ കുതിപ്പിൻ്റെ ആരംഭം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വീണ്ടും ഓർത്തു പോകുന്നു, കെൽട്രോണിൻ്റെ ആവിർഭാവം. ലോകമന്ന് ഇലക്ട്രോണിക്സിനെ പറ്റി ഇത്രയേറെ കേട്ടിട്ടില്ല. AI എന്ന വാക്കിനെപ്പറ്റി ആരും സ്വപ്നം പോലും കണ്ടു കാണില്ല. അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക്സ് രംഗത്ത് ഒരു വലിയ വ്യവസായ കോട്ട ഇവിടെ കെട്ടിപ്പടുക്കപ്പെട്ടു. ഇലക്ട്രോണിക്സ് മേഖലയിലെ എക്കാലത്തെ അഭിമാനമായ കെൽട്രോൺ, അത് കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് ടി വി തോമസിൻ്റെ ഭാവനയുടെ സൃഷ്ടിയാണ്. ഒരുപാട് നിക്ഷേപങ്ങളുണ്ടായി. കേരളത്തിൻ്റെ നിക്ഷേപാന്തരീക്ഷം നല്ലതാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അന്ന് സഖാവ് ടി വിക്ക് കഴിഞ്ഞു. ഇന്ന് സഖാവ് രാജീവിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ടി വി തോമസ് മുതൽ പി രാജീവ് വരെയുള്ള ഇടതുപക്ഷ സഖാക്കൾ, നേതാക്കന്മാരുടെ വ്യവസായ നയവും മാർഗങ്ങളും എത്രയും ശരിയാണെന്ന് ഇപ്പോൾ ശശി പറയുമ്പോൾ ഞങ്ങൾ ആ വാക്കുകളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വീണ്ടും സഖാവ് ടി വി ഓർക്കുന്നു. സഖാവ് ടി വി
കെൽട്രോണടക്കമുള്ള ആധുനിക വ്യവസായങ്ങളെ ഇവിടെ സ്ഥാപിച്ചു എന്നത് മാത്രമല്ല, അദ്ദേഹം തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ എക്കാലത്തെയും അടിത്തറയായ പരമ്പരാഗത മേഖലയെ മറന്നുപോയില്ല. കയർ തൊഴിലാളിയെ മറന്നില്ല, കശുവണ്ടി തൊഴിലാളിയെ മറന്നില്ല, കൈത്തറിയെ മറന്നില്ല, ചെത്തു വ്യവസായം മറന്നില്ല. അതുപോലെയുള്ള എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളെയും അന്ന് ചേർത്ത് പിടിച്ചു. ഈ ഗവൺമെൻറ്റും ആ വഴിക്ക് നീങ്ങുമെന്ന് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. സഹോ ബാലഗോപാൽ ഈ ബജറ്റിൽ തീർച്ചയായിട്ടും പരമ്പരാഗത മേഖലയ്ക്ക് സാധ്യമായ പരിഗണന കൊടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പരമ്പരാഗത വ്യവസായങ്ങളെ മറക്കാതെ, ആ രംഗത്തെ പാടുപെടുന്ന പതിനായിരങ്ങളെ മറക്കാതെ, ആധുനിക കാലത്തിൻ്റെ വ്യവസായ പുരോഗതിയെ കണക്കിലെടുത്തുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക അറിവുകളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ നേട്ടവും വിജയവും അനിഷേധ്യമാണ്. നിഷേധ്യമായ നേട്ടത്തെ തള്ളി പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ശശി തരൂർ അദ്ദേഹം പറയുകയാണ്, വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റുമെങ്കിൽ മാറ്റിക്കോട്ടെ എന്നുവരെ പറഞ്ഞുകൊണ്ട് LDFിൻ്റെ നയങ്ങളെ പിന്താങ്ങുവാൻ രംഗത്ത് വന്ന ധീരത കാണിച്ച ശശി തരൂരിനെ മറ്റു പല കാര്യങ്ങളിലും വിയോജിപ്പുള്ളപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പ്രസ്താവനയിൽ പിന്താങ്ങുകയാണ്. ഇന്നും പിന്താങ്ങും, നാളെയും പിന്താങ്ങും. അദ്ദേഹം മോഡിയെപ്പറ്റി പറഞ്ഞ പുകഴ്ത്തലിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലവലേശം യോജിപ്പില്ല.